ഒരിക്കൽ മദീന പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചു, നബിയെ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരാൾ വിശ്വാസിയായി തീരുക. ഏറ്റവും ഇഷ്ടപ്പെട്ടു കൊടുക്കണം. നമ്മൾ വിലമതിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടു കൊടുക്കുന്ന സമയം. തന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന അബൂ തുൽഹ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ, ഇങ്ങനെ ഒരു ആയത്ത് അവതരിക്കപ്പെട്ടെന്ന് സഹാബത്ത് പറഞ്ഞു. ഉണ്ട് അബൂ തുൽഹ. അങ്ങനെയാണെങ്കിൽ പ്രവാചക, ഞാൻ എന്താ കൊടുക്കേണ്ടത്? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ പരലോകം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്താ റസൂലെ കൊടുക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ പറഞ്ഞു, അബൂ തുൽഹ, താങ്കൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് കൊടുക്കണം. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നബിയെ, എനിക്കെന്നല്ല, ഈ മദീന പ്രദേശത്തുള്ള സർവ്വ മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടം എന്റെ ബൈറുഹ തോട്ട. ആയിരക്കണക്കിന് പക്ഷികളും നൂറുകണക്കിന് മനുഷ്യരും വന്ന് ഒരു ചോദ്യവും കൂടാതെ പട്ടിണി മാറ്റുന്ന എന്റെ ആ ബൈറുഹ തോട്ടമാണ് നബിയെ എല്ലാവർക്കും ഇഷ്ടം. അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൽ അങ്ങനെ കൊടുക്കണം എന്നാണോ നബിയെ അള്ളാഹുവിന്റെ കൽപ്പന? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ തുൽഹ, താങ്കൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തന്റെ ആ ബൈറുഹ തോട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ അള്ളാഹു ദുനിയാവിൽ തന്നതുകൊണ്ട് അബൂ തുൽഹയുടെ പരലോകം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. അബൂ തുൽഹയുടെ സ്വർഗത്തിലേക്ക് പടവുകൾ കയറാൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഞാനുങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് പടച്ചോൻ പൈസ തന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ നമുക്കൊരു വകുപ്പില്ല. കോടികളും ലക്ഷങ്ങളും അള്ളാഹു കൊടുത്തവരെ പോലെ തന്നിട്ടില്ല എന്ന് പറയാനേ അവകാശമുള്ളൂ. അത് ഉണ്ടാക്കാൻ ഓരോരുത്തരും കഷ്ടപ്പെട്ട് മെനക്കെട്ടോൽക്ക് അള്ളാഹു അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് നാട്ടിലെ പള്ളിയിലെ ഏത് കല്ലിന്റെ പേരിലുണ്ട്? നാട്ടിലെ ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തിൽ നാളെ പരലോകത്തേക്ക് ചെന്നാൽ എനിക്ക് കിട്ടാനുണ്ട്? പണം കൊടുക്കാന്ന് പറഞ്ഞ ഒരു മനോബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആഹാരത്തിലേക്ക് കണ്ടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇന്ന് കേരളക്കരയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് പള്ളികൾ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ വഖഫ് ഒരു കാലഘട്ടത്തിൽ ഓരോ തറവാട്ടിലെ വാപ്പാരും പൈസ ഉള്ളവരും കൊടുത്തതാ. ഇന്ന് ചില ആളുകൾക്ക് പണക്കാരെ കാണുമ്പോൾ വെറുപ്പാ. ഏതെങ്കിലും ചില ആളുകൾക്ക് പൈസക്കാരനെ കണ്ടാൽ, പൈസക്കാരനെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ, പണക്കാരനെയോ തറവാട്ടുകാരനെയോ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്കോ പദവിയിലേക്കോ പരിഗണിച്ച അത് ഇഷ്ടപ്പെടാത്ത ചില കൂട്ടരുണ്ട്. എങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ, ഇക്കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഈ സമൂഹത്തിലുണ്ടായ പല നേട്ടങ്ങൾക്കും കാരണം പണക്കാർ തന്നെയാ. ഓരോരുത്തരും അധ്വാനിച്ച് വേർപ്പ് വറ്റിച്ചതിൽ നിന്നാ അവര് പൈസ കൊടുത്ത്. എന്തിനേറെ നാട് നീളക്കിടക്കുന്ന ഇസ്ലാഹി സ്ഥാപനങ്ങളും ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് പോലും ഇപ്പോഴും പണം മുടക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി സങ്കടപ്പെട്ട് അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് താൻ നേടിയെടുക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും ദീനീ പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്ന പേരറിയാത്തവരുണ്ട്, നമ്മൾ കാണാത്തവരുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരുത്തം പൈസക്കാരനായതിന്റെ പേരിൽ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാ, പൈസ കൊണ്ട് സ്ഥാനം കിട്ടിയതാ, ഓലോടൊരു വെറുപ്പ്, പണക്കാരെ കണ്ട ഒരു ആക്ഷേപം, തറവാട്ടുകാരെ കണ്ട ഒരു പുച്ഛം. ഞാളൊക്കെ പുതു മുസ്ലിമീങ്ങൾ, ഇസ്ലാമിൽ ജാതീയതല്ല, ഇസ്ലാമിൽ വിഭാഗീയതല്ല, ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നുമില്ല. അതിന്റെ അർത്ഥം പണക്കാരെ കണ്ട വെറുക്കണമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരു സ്ഥാനത്തേക്കും വരാൻ പാടില്ല എന്നുമല്ല. കാരണം എക്കാലഘട്ടത്തിലും ഇസ്ലാമിന് നേട്ടമുണ്ടാക്കിയവരിൽ പ്രധാനികൾ പണം കൊണ്ട് ഇസ്ലാമിനെ സഹായിച്ച വ്യക്തികൾ തന്നെയാണ്. പലപ്പോഴും മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ആയിരക്കണക്കിന് പാവപ്പെട്ട പട്ടിണി സഹാബത്ത് ഇരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷയോടെ നോക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്കാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്കാ. എന്നിട്ട് റസൂലുള്ള ചോദിക്കാറുണ്ടായിരുന്നു, അബൂബക്കറെ, ഉമറെ, ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ? അള്ളാഹു കൊടുത്ത നിയമത്തായ സമ്പത്തുകൾ മുഴുവനും റബ്ബിന് തിരിച്ചു കൊടുത്ത് ഈ മണ്ണെന്ന് മടങ്ങിപ്പോയ പണക്കാരായിരുന്നു പ്രവാചകന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ. കാരണം അവർക്ക് അള്ളാഹ് കൊടുത്തപ്പോ അവര് ചിന്തിച്ചത് അതെങ്ങനെ അള്ളാഹ്ക്ക് തിരിച്ചു കൊടുക്കാന്നാ. ഇന്നും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മൾ ഇന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ ഇസ്ലാഹി പ്രവർത്തനത്തിനും ദീനീ കാര്യങ്ങൾക്കും വേണ്ടി നീ ഇരിക്കുന്ന നിങ്ങൾ അറിയാത്ത പലരും കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓരോ നാട്ടിലെയും പുരോഗതിക്ക് വേണ്ടി വിദേശ രാജ്യത്ത് കുടുംബത്തോടൊപ്പമുള്ള സമയം പോലും മറന്ന് നമ്മൾ സന്തോഷിച്ചും നാട്ടിലൂടെ ഒഴിവ് സമയം ചെലവാക്കിയും നാട്ടിലുള്ള സർവ്വ കളറ് പരിപാടിയിലും പങ്കെടുത്ത് പാർക്കിലും ബീച്ചിലും ചെന്നിരുന്ന് ആഘോഷിക്കുന്ന സമയത്ത് പോലും ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും
കിട്ടാവുന്ന സെക്കൻഡുകൾ ധനസമ്പാദനത്തിന് വേണ്ടി, അത് അവർക്ക് ആർത്തിയോടെ തിന്നാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ വിദേശ രാജ്യത്ത് പോയിരുന്ന ഒരു പരിപാടിക്ക് കേരളത്തിലെ 100-ലധികം പിരിവാർ അവിടെ ഉണ്ട്. 100-ലധികം പിരിവാര്. ഇവരൊക്കെ കാണുന്നത് ഒരേ കൂട്ടരായ പണക്കാരെയാ. നാട്ടിലും അങ്ങനത്തെവരുണ്ട്. അള്ളാന്റെ മാർഗത്ത് കൊടുക്കുന്നവര്, ആ മാർഗത്തിലേക്ക് ചെലവാക്കുന്നവര്. ഞാൻ പറയാറുണ്ട്, നമ്മളെ പ്രാർത്ഥനയിൽ അവരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവർക്ക് പടച്ചോനെ ഇസ്സത്തും അവർക്കുള്ള റഹ്മത്തും ബർക്കത്തും ഇനി വർദ്ധിപ്പിച്ചു കൊടുക്കണേ. കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരാണെങ്കിൽ പോട്ടെ, അത് അള്ളാഹു തന്നെ കണക്ക് വെക്കും. പക്ഷെ അധ്വാനിച്ച് സങ്കടം സഹിച്ച് ഉറങ്ങപ്പോലും ചെയ്യാതെ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്ത് രാജ്യങ്ങൾ സഞ്ചരിച്ച് ബിസിനസ് ചെയ്തതിന്റെ കോടിക്കണക്കിന് ഉറുപ്പിയ ഒന്നും നോക്കാതെ വന്നവർക്ക് എഴുതി കൊടുക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നമ്മളെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പോലും ചിലർ ഇവിടുന്ന് വാഹനം വിളിച്ച് നമ്മളെ കണ്ണൂരിന്റെ അടുത്തുള്ള ചില ഭാഗങ്ങളിലേക്ക് പോകാറുണ്ട്. കാരണം കുറെ പൈസക്കാരവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ദിവസം കിട്ടുന്നതിനൊരു വിഹിതം അവർ മാറ്റിവെക്കുക, കൊടുക്കുക. ഞാനത് നിങ്ങളോട് പറയാനുള്ള കാരണം, നമ്മളെ പ്രാർത്ഥനയിൽ ഇത് പുറത്ത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകളെങ്കിലും അറിയണം, അവർക്കും വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം. ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരെയും സംരക്ഷിക്കാനും സഹായിക്കാനും ദിവസം 500-1000 റിയാല് കിട്ടുന്ന റൂമുകൾ വാടകക്ക് കൊടുക്കാതെ കേരളത്തിൽ നിന്ന് പോകുന്ന പള്ളിപ്പിരിവാരിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന പൈസക്കാരുണ്ട് വിദേശത്ത്. കേരളത്തിൽ നിന്ന് പോകുന്ന സർവ്വ മദ്രസക്കാരന് വേണ്ടിയിട്ട് 1000, 3000, 5000, 10000 റിയാല് നാട്ടിലെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്ത് ഒരാളെയും മുഖത്ത് വെറുപ്പ് കാണിക്കാതെ അന്യ നാട്ടിൽ വന്ന ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി രാത്രിയത്തെ പകലത്തെ ഭക്ഷണവും കൊടുത്ത് നോൽപ്പിച്ച് തുറപ്പിച്ചിട്ട് യാത്രയാക്കുന്നവരുണ്ട്. അവരൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ആ നാട്ടിൽ പല പള്ളിയും നടന്നു എന്ന്, നാട്ടിൽ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ പലതും നടന്നു എന്ന്. അത് വിദേശത്ത് നിന്ന് മാത്രമല്ല, നാട്ടിൽ പോലും അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ഉള്ളവരും സമ്പാദിച്ചവരും ഒക്കെ അങ്ങനെ കൊടുക്കുമ്പോ, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ കൊടുത്ത് അവരുടെ പരലോകം രക്ഷപ്പെടുത്തിയപ്പോ, അന്നും ഇന്നും ഒക്കെ പൈസക്കാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പം ചിലരുണ്ട് മധ്യമ നിലപാടിൽ പടച്ചോൻ തന്നിട്ടും അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നിട്ടും അവിടെ 10 സെന്റും ഇവിടെ അങ്ങനെയും ഇവിടെ 2 മുറി പീടിയും അവിടെ മക്കളെ പേരിലും ഇവിടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനൊക്കെ നാട്ടിലത്തെ പണിക്കാരല്ലേ എന്ന് ചോദിച്ച് മുങ്ങിയടക്കുന്നവരുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ എന്ത് കൊടുത്തു എന്ന് ചോദിച്ച അവനാന്റെ പള്ളിയിലെ പാട്ട പോലും പിരിവിലേ വാങ്ങൂ. നമ്മൾ തമാശക്ക് പറയാറില്ലേ, ഏതെങ്കിലും ഒരു മൂത്രപ്പുരയിൽ ഒരു വക്കില്ലാത്ത കൈയില്ലാത്ത പാട്ട കണ്ട കമ്മിറ്റിക്കാരനെ 4 ചീത്തയാ. ഒരു 15 ഉറുപ്പ്യ മുടക്കിയിട്ട് ഒരു പാട്ട വാങ്ങിക്കൊണ്ടാക്കാൻ പോലും മനസ്സ് പാകപ്പെടാത്ത നമ്മളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, ഒരിക്കലും പിശാച നിങ്ങളെ ദാരിദ്ര്യത്തെ പറഞ്ഞു പേടിപ്പിക്കുന്നത്. കൊടുത്തതിന്റെ പേരിൽ പടച്ചോൻ ഒരാളെയും കുഴക്കിയിട്ടില്ല, ഒരാളെ അല്ലാഹു തആല കുഴക്കിയിട്ടില്ല. പക്ഷെ പിശാച് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിക്കും. സകല മ്ലേച്ഛതയും അവൻ നിങ്ങളെ പഠിപ്പിക്കും. ഇല്ലാപ്പാട്ട് നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുവേ. കൊടുക്കാൻ കഴിവുണ്ടായാലും എവിടുന്ന്, എനിക്ക് എന്നെ ഇപ്പം മുട്ടി നിൽക്കുക, ഇതാണല്ലോ ആൾക്കാരെ വർത്താനം. ഒരു 10 ഉറുപ്പ്യ വായ്പ ഉണ്ടാന്ന് പറഞ്ഞാൽ